ഷാങ്സ് ഇസ് ദ മൂൺ. വൺ പീസിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാത്തിനും റെപ്രസെന്റേഷൻ ഉണ്ട്. ആദ്യം വളരെ ഓബ്വിയസ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടറായ ലൂഫി, പുള്ളി സൺ ഗോഡിന്റെ ഡെൽ ഫ്രൂട്ടാണ് കഴിച്ചത്. അതുകൊണ്ട് ഓബ്വിയസ്ലി പുള്ളി ദ സണ്ണിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ മെർക്കുറി, വീനസ്, മാർസ്, ജൂപ്പിറ്റർ എന്ന ഈ 5 പ്ലാനറ്റിനെ 5 എൽഡേഴ്സ് നമ്മുടെ ഗോറസേസ് റെപ്രസെന്റ് ചെയ്യുന്നു. ബാക്കിയുള്ള 3 പ്ലാനറ്റ്സ് ആയ നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, യുറാനസ്, ഈ 3 ആ 3 ഏൻഷ്യന്റ് വെപ്പൻസ് റെപ്രസെന്റ് ചെയ്യുന്നു. പെസൈഡോൺ, പ്ലൂട്ടോൺ, യുറാനസ്. യെസ്, എനിക്കറിയാം പ്ലൂട്ടോ ഇപ്പോൾ ഒരു പ്ലാനറ്റ് അല്ല. പക്ഷേ ഓഡ വൺ പീസ് എഴുതി തുടങ്ങിയ സമയത്ത് പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് ആയിരുന്നു. നമ്മുടെ 9ാമത്തെ പ്ലാനറ്റ് ആയിരുന്നു പ്ലൂട്ടോ. പിന്നെ എർത്ത് അഥവാ വൺ പീസിലെ ദ ബ്ലൂ പ്ലാനറ്റ്, ഇതിനെ മിക്കവാറും റെപ്രസെന്റ് ചെയ്യുന്നത് ഈമു ആയിരിക്കും. കാരണം നമുക്കറിയാം ദ വൺ പീസ് പ്ലാനറ്റ് ഒരു ഓഷ്യൻ പ്ലാനറ്റ് ആണ്. ഈമുവിന് ദ സീ ഡബിളുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈമു ആയിരിക്കും ദ വൺ പീസ് വേൾഡ് അഥവാ ദ ബ്ലൂ പ്ലാനറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന്. പക്ഷെ ഇപ്പോഴും നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യാത്ത ഒരു മേജർ സെലസ്റ്റിയൽ ബോഡി ബാക്കിയുണ്ട്. അതാണ് ദ മൂൺ. പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ഒരു തിയറിയാണ് ബ്ലാക്ക് ബിയർഡ് ആണ് ഈ മൂണിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്. ലോജിക് വളരെ സിമ്പിൾ ആണ്. ലൂഫി സൺ ആണെങ്കിൽ ബ്ലാക്ക് ബിയർഡ് ലൂഫിയുടെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ബ്ലാക്ക് ബിയർഡ് ഓബിയസ്ലി മൂൺ ആവും. പക്ഷേ എനിക്ക് ആ തിയറിയോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ബ്ലാക്ക് ബിയർഡ് റെപ്രസെന്റ് ചെയ്യുന്നത് മൂണെ അല്ല, അതിലും വലുതും അതിലും ഡേഞ്ചറസ് ആയ ഒന്നിനെയാണ് ബ്ലാക്ക് ബിയർഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതെന്താന്ന് ഞാൻ വീഡിയോന്റെ അവസാനം പറയാം. ഇവിടെയാണ് എൻ്റെ തിയറി വരുന്നത്. യഥാർത്ഥത്തിൽ വൺ പീസ് വേൾഡിൽ ദ മൂണിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടർ മറ്റാരുമല്ല, നൺ അതർ ദാൻ റെഡ് ഹെയർ ഷാങ്സ്. ഇതിന്റെ കാരണമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിന്റെ ആദ്യത്തെ ക്ലൂ വളരെ ഓബ്വിയസ് ആണ്. ഷാങ്സിന്റെ അച്ഛൻ ഫിഗർലാൻഡ് ഗാർലിംഗ്, പുള്ളിന്റെ താടിന്റെ മുടിയുടെ ഷേപ്പ് തന്നെ ഒരു മൂണിൻ്റെതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഫിഗർലാൻഡ് ഗാർലിംഗ് അല്ലേ മൂണിനെ റെപ്രസെന്റ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ എൻ്റെ അടുത്ത പോയിന്റ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഷാങ്സ് ആണ് മൂണിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ഞാൻ പറയുന്നതെന്ന്. ലിറ്ററലി മൂണിന്റെ പണി എന്താണ്? സണ്ണിന്റെ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് രാത്രിയിൽ പ്രകാശം പരത്തുക എന്നതാണ് മൂണിന്റെ മെയിൻ ജോലി. അഥവാ സൂര്യൻ ഉദിക്കുന്നത് വരെ രാത്രിയിൽ സൂര്യന്റെ സ്ഥാനത്ത് പ്രകാശം തരുന്ന ആളാണ് ദ മൂൺ. വൺ പീസിൽ ഷാങ്സിന്റെ കഥാപാത്രത്തിന്റെ മെയിൻ റോളും അത് തന്നെയാണ്. അടുത്ത സൺ അഥവാ ലൂഫി പൈററ്റ് കിങ് ആവുന്നത് വരെ വൺ പീസ് വേൾഡിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ഷാങ്സ്. തനിക്ക് ഒരിക്കലും സൺ ആവാൻ പറ്റില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ടായിരിക്കാം ഷാങ്സ് ഒരിക്കലും പൈററ്റ് കിങ് ആവാൻ ശ്രമിക്കാതിരുന്നത്, പകരം ലൂഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ മറ്റൊരു പോയിന്റും കൂടെ പറയാം. സോ നമ്മുടെ മൂണിന് ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഷാങ്സിനും ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. അതാണ് ഷാംറോക്ക്. ഒരാൾ സണ്ണിനെ ഫേസ് ചെയ്ത് സണ്ണിന്റെ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നു, അതേസമയം മറ്റേ ആള് എന്നും ഡാർക്ക്നെസ്സിനെ തന്നെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, ഷാങ്സ് മൂണാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ബിയർഡ് ആരാണ്? ബ്ലാക്ക് ബിയർഡും സണ്ണിനെ പോലെ തന്നെ ഒരു സ്റ്റാർ ആണ്. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ബ്ലാക്ക് ബിയർഡ് ഒരു ഡെഡ് സ്റ്റാർ ആണ്. യെസ്, ബ്ലാക്ക് ബിയർഡ് ഇസ് എ ബ്ലാക്ക് ഹോൾ. ഒരു സ്റ്റാർ മരിക്കുമ്പോൾ അഥവാ അത് കൊലാപ്സ് ചെയ്യുമ്പോഴാണ് ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നത്. അതിന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, പകരം ചുറ്റുമുള്ള എല്ലാത്തിനെയും അതിൻ്റെ ഉള്ളിലോട്ട് വലിക്കാനേ അതിന് ശക്തിയുള്ളൂ. ബ്ലാക്ക് ബിയർഡിന്റെ ഡെവിൾ ഫ്രൂട്ടായ ദ ഡാർക്ക് ഫ്രൂട്ടിനും ഇതേ പവർ തന്നെയാണ്. ഇൻഫാക്ട് ബ്ലാക്ക് ബിയർഡിന് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന ഒരു അറ്റാക്ക് തന്നെയുണ്ട്. അതുകൊണ്ടാണ് ബ്ലാക്ക് ബിയർഡ് ഇത്ര ഡേഞ്ചറസ് ആണ് എന്ന് ഷാങ്സ് പറയാൻ കാരണം ബ്ലാക്ക് ബിയർഡും ഒരു ബ്ലാക്ക് ഹോളിനെ പോലെ ഇങ്ങനെ പയ്യെ പയ്യെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, ചുറ്റുമുള്ള എല്ലാത്തിനെയും വിഴുങ്ങി. അങ്ങനെ അവസാനം ഒരു സണ്ണിനെ തന്നെ വിഴുങ്ങാനുള്ള ശക്തി ബ്ലാക്ക് ബിയർഡിന് കിട്ടും. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ബ്ലാക്ക് ബിയർഡ് വൺ പീസിന്റെ ഫൈനൽ വില്ലനാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ലൂഫി എന്ന സണ്ണും ബ്ലാക്ക് ബിയർഡ് എന്ന ബ്ലാക്ക് ഹോളും, ഇവർ രണ്ടുപേരുമായിരിക്കും വൺ പീസിന്റെ അവസാനം ഏറ്റുമുട്ടാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.